എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് തീ പിടിച്ചതിനെ തുടർന്ന് റദ്ദാക്കിയ സർവീസിനു പകരം ഒരുക്കിയ വിമാനത്തിൽ മുഴുവൻ യാത്രക്കാരെയും പ്രവേശിപ്പിച്ചില്ല എന്നുള്ള ഒരു വിവരം വരുന്നുണ്ട് ഇപ്പോൾ. അതെ, വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഈ പകരം ക്രമീകരിച്ച വിമാനത്തിൽ എല്ലാവരെയും കയറ്റിയില്ല. മറ്റൊന്ന്, ഒരു കുടുംബത്തിലുള്ളവരെ തന്നെ പല വിമാനത്തിലായി കയറ്റുക എന്ന് പറയുന്നത് അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും വലുതാണല്ലോ. ക്രിസ്റ്റീന, തീർച്ചയായും ഈ ബോർഡിംഗ് പാസ് നൽകുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ എയർ ഇന്ത്യ യാത്രക്കാരോട് വ്യക്തമാക്കിയിരുന്നില്ല. ആ ഘട്ടത്തിൽ മുഴുവൻ പേർക്കും ഈ വിമാനത്തിൽ തന്നെ തിരിച്ചു കൊച്ചിയിലേക്ക് പോകാം എന്നതായിരുന്നു ആ യാത്രക്കാർ കരുതിയിരുന്നത്. പിന്നീടാണ് ഇത് യാത്രക്കാർക്ക് മനസ്സിലായത് ഇത് 130 പേർ സീറ്റ് മാത്രമുള്ള വിമാനമാണ് നിലവിൽ പകരം സംവിധാനമായി ചാർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർ, അതായത് മറ്റ് യാത്രക്കാരെ ഇന്ന് തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന മറ്റു വിമാനങ്ങളിലായി യാത്രാ സൗകര്യം ഒരുക്കാം എന്നതാണ് ഒടുവിലായി എയർ ഇന്ത്യ ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്നാൽ ഇത് യാത്രക്കാർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് തന്നെ പല വിമാനങ്ങളിലായി യാത്രാ സൗകര്യം അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും യാത്രക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ബോർഡിംഗ് പാസ് നൽകുന്ന ഘട്ടത്തിൽ, അതായത് ഈ പ്രതിഷേധം ആദ്യം ഉണ്ടായി, ആ ഘട്ടത്തിൽ ഈ പകരം സംവിധാനം ഒരുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഈ 9:30 മറ്റൊരു വിമാനം യാത്രാ സൗകര്യം ഒരുക്കാം എന്ന സാഹചര്യത്തിലാണ്, അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് യാത്രക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. എന്നാൽ ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത് 130 പേർക്ക് മാത്രം, അല്ലെങ്കിൽ 130 സീറ്റുള്ള വിമാനമാണ് ചാർട്ട് ചെയ്തിട്ടുള്ളതെന്ന കാര്യം എയർ ഇന്ത്യ മറച്ചുവെച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ബോർഡിംഗ് പാസ് ലഭിച്ചവർ പോലും ഈ വിമാനത്താവളത്തിനുള്ളിൽ എയർ ഇന്ത്യയുടെ കൗണ്ടറിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാണ് പ്രതിഷേധം ഉൾപ്പെടെ കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റുള്ള യാത്രക്കാരെ ഏതൊക്കെ വിമാനത്തിലാണെന്ന കാര്യത്തിലും നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഇപ്പോഴും ഈ അനിശ്ചിതത്വം തുടരുകയാണ്. ഇതെങ്ങനെ പരിഹരിക്കുമെന്നുള്ള ഔദ്യോഗികമായ വിശദീകരണം എയർ ഇന്ത്യ നൽകുന്നുമില്ല. ശരി, അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. തീർച്ചയായിട്ടും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല വിമാനത്തിൽ യാത്ര പോകേണ്ടി വരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മാത്രമല്ല, ബോർഡിംഗ് പാസ് കൊടുക്കുമ്പോഴും അത് അറിയിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് കുട്ടികളൊക്കെയാണ് കൂടെ ഉള്ളതെങ്കിൽ വലിയ കഷ്ടമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.